ദേശീയപാതയിൽ മുക്കാളി ടൗണിൽ നിർമ്മിച്ച അടിപ്പാതയുടെ ഉദ്ഘാടനം വടകര MLA കെ രമ നിർവഹിച്ചു. CCTV അടക്കമുള്ള നിരവധി അടിസ്ഥാന സൗകര്യങ്ങൾ അടിപ്പാതയിൽ ഉറപ്പാക്കിയിട്ടുണ്ട്. ഒത്തിരി ഇഷ്ടങ്ങളുമായി ഫാമിലി ഇനി സുൽത്താൻ ബത്തേരിയിലും. ഫാമിലി വെഡിംഗ് സെന്ററിന്റെ ഏറ്റവും പുതിയ ഷോറൂം നവംബർ 8-ന് ബത്തേരിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. ദേശീയപാതയിൽ മുക്കാളി ടൗണിൽ നിർമ്മിച്ച അടിപ്പാത കെ രമ MLA നാടിനായി സമർപ്പിച്ചു. ജനങ്ങളുടെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായുള്ള കൂട്ടായ്മയാണ് അടിപ്പാത വരാൻ കാരണമായതെന്നും പഴയ ദേശീയപാതയിലെ ടാറിങ്ങും ഡ്രൈനേജ് നിർമ്മാണത്തിനുമായി 90 ലക്ഷം രൂപ പൊതുമരാമത്ത് വകുപ്പ് അനുവദിച്ചതായും MLA പറഞ്ഞു. ഒരു നാടിന്റെ കൂട്ടായ പ്രവർത്തനം കൂടിയാണ് ഇതിന്റെ വിജയം എന്ന് പറയുന്നത്. കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്ത്, ജാതി മതങ്ങൾക്കപ്പുറത്ത് എല്ലാവരും ഒന്നിച്ച് ഒരു വിഷയത്തിൽ, ഒരു നാടിന്റെ ഒരു പൊതു വിഷയത്തിന് വേണ്ടി എല്ലാ മനുഷ്യരും ഒന്നിച്ചു നിന്ന ഒരു അനുഭവമാണ് നമുക്ക് ഈ മുക്കാടിയിൽ കാണാൻ സാധിച്ചത്. അത് എടുത്തു പറയേണ്ടതാണ്. അതൊരു മാതൃകയായ പ്രവർത്തനമാണ്. മുക്കാളി ടൗണിൽ ഒരുപാട് മാറ്റം, പഴയ മുക്കാളി ടൗണേ അല്ല, ഇപ്പം വലിയ മാറ്റങ്ങൾ ഈ മുക്കാളി ടൗണിൽ വന്നിട്ടുണ്ട്. അതിനനുസരിച്ച് നമ്മുടെ റോഡിന് കൂടി മാറ്റം വരേണ്ടത് അനിവാര്യമാണ്. അങ്ങനെ പ്രപ്പോസൽ കൊടുത്തു. 90 ലക്ഷം രൂപ നമുക്ക് അനുവദിച്ച് കിട്ടിയതാണ്. മാർച്ച് മാസം AS ആയതാണ്. TS ആയി പെട്ടെന്ന് തന്നെ പ്രവർത്തനം തുടങ്ങണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടതാണ്. ടെൻഡർ എല്ലാം ആയി കഴിഞ്ഞു. കഴിഞ്ഞ ദിവസവും ഞങ്ങൾ റിവ്യൂ മീറ്റിംഗ് നടത്തിയിരുന്നു. അന്ന് ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ഈ മഴയായതുകൊണ്ടാണ്, മഴ കുറഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് അവിടെയുള്ള കാപ്പ്, ആ ഡ്രൈനേജ് ഒന്ന് റെഡിയാക്കുകയാണ് ആദ്യം വേണ്ടത്. അത് പൊളിച്ച് ഒരു സൈഡിൽ കൂടെ മാത്രം ഗതാഗതം ആക്കി അപ്പുറത്ത് ചെയ്ത് പിന്നീട് ഇപ്പുറത്ത് ചെയ്യുന്ന രൂപത്തിലേക്ക് അത് ആദ്യം ചെയ്യേണ്ടത്. ആ ഡ്രൈനേജ് അവിടെ റെഡിയാക്കിയതിന് ശേഷം ഈ റോഡിന്റെ പണി തുടങ്ങാമെന്നാണ് പറഞ്ഞത്. അതുകൂടി ചെയ്താൽ ഈ മുക്കാളി ടൗൺ വലിയ മനോഹരമായിട്ട് മാറും. ഈ റോഡും ഈ അണ്ടർപാസും ഇതെല്ലാം വന്ന് ഈ നാടിന്റെ വലിയൊരു മാറ്റത്തിലേക്കാണ് വരുന്നത്. അടിപ്പാതയിൽ വെളിച്ച സംവിധാനം, മേൽക്കൂര, മഴക്കാലത്ത് വെള്ളം കയറാതിരിക്കാൻ മോട്ടോർ സംവിധാനം, CCTV അടക്കമുള്ള അടിസ്ഥാന സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ചടങ്ങിൽ അഴിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിഷ ഉമർ അധ്യക്ഷത വഹിച്ചു. ജനകീയ സമിതി കൺവീനർ KP ജയകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം നിഷ PP, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ PK പ്രീത, റീന രേരോത്ത്, M പ്രമോദ്, KK സാവിത്രി, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ AT ശ്രീധരൻ, KP വിജയൻ, PP ശ്രീധരൻ, ഹാരിസ് മുക്കാളി, PM അശോകൻ, പ്രദീപ് ചോമ്പാല, KA സുരേന്ദ്രൻ, P നിജിൻലാൽ, ഷംസീർ ചോമ്പാല, പുരുഷൂരാമത്ത്, വ്യാപാരി സംഘടനാ പ്രതിനിധികളായ PK രാമചന്ദ്രൻ, TC തിലകൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ മീഡിയ വടകര. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.